തീർച്ചയായിട്ടും പ്രേക്ഷകർക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കാം. ഇതാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ ശക്തി. നിങ്ങളുടെ വിളികളും നിങ്ങളുടെ സന്ദേശങ്ങളും ഒക്കെ ഈ പരിപാടിയിൽ വേണം. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഇപ്പോൾ സ്ക്രീനിൽ തെളിയുന്നു. നിങ്ങൾക്കറിയുന്നത് പോലെ സ്ഥിരം പ്രേക്ഷകർക്കറിയാം 0484283050 ഇതാണ് വിളിക്കേണ്ട നമ്പർ. ലാൻഡ് ലൈൻ നമ്പറാണ്. അതുകൂടാതെ ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെ തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിലേക്ക് അയക്കാം. അതിന് ഉപയോഗിക്കേണ്ട നമ്പർ 6235968937 6235 968937. ഇതാണ് വാട്സാപ്പ് നമ്പർ. വിളിക്കേണ്ട നമ്പർ 048428305110. അപ്പോൾ നിങ്ങളുടെ വിളികൾ വേണം, നിങ്ങളുടെ സന്ദേശങ്ങൾ വേണം, ചിത്രങ്ങൾ വേണം, എല്ലാം ഒക്കെ ആയിട്ട് അടുത്ത ഒരു 50 മിനിറ്റ് നേരം നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു. അതിനു മുമ്പ് ഇന്നത്തെ വാർത്താ പകൽ ഒടുങ്ങുമ്പോൾ ഒരുപാട് വാർത്തകൾ വന്നൊരു പകലാണ്. ഈ വാർത്താ പകലിൽ വന്നുപോയ വാർത്തകൾ ഏത് നമ്മൾ പരിശോധിക്കുന്നു. അതുപോലെ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളും ഹെഡ്ലൈൻസ്. എക്സാലോജിക്കിനെതിരായ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ടിൽ വീണ വിജയനെ പരിരക്ഷിക്കേണ്ട ആവശ്യം CPM ഇല്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MA ഗോവിന്ദൻ. ഒരു പരീക്ഷ ആവശ്യമില്ല, അതൊന്നും മനസ്സിലായില്ല. ഒരു പരീക്ഷന്റെ ആവശ്യമില്ല. ഞങ്ങൾ പരീക്ഷിക്കാനും പോകുന്നില്ല. ഞങ്ങളിവിടെ പറഞ്ഞത് ഇതിന്റെ പേരുപയോഗിച്ച് രാഷ്ട്രീയമായ കടന്നാക്രമണം നടത്തുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെ ആസൂത്രിത നീക്കമെന്നും വിമർശനം. ROC റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മുഖ്യമന്ത്രി പിന്തുണച്ച് CPI. രേഖകൾ പുറത്തുവിടാൻ വെല്ലുവിളിച്ച VD സതീശൻ. കേസ് ഒതുക്കി തീർക്കാൻ അന്തർധാര സജീവമെന്ന് K മുരളീധരൻ MP. KSRTCയിലെ ഇലക്ട്രിക് ബസ്സുകളെ ചൊല്ലി LDF-ൽ പോർമുഖം. KB ഗണേഷ് കുമാറിനെ തള്ളി CPM. ജനങ്ങൾക്ക് ആശ്വാസകരമായ സേവനങ്ങൾ നിർത്തലാക്കില്ലെന്ന് MV ഗോവിന്ദൻ. ഇലക്ട്രിക് ബസ്സുകൾ മലിനീകരണം കുറയ്ക്കാനെന്ന് CPM MLA VK പ്രശാന്ത്. തലസ്ഥാനത്തെ നഗരത്തെ കാർബൺ ന്യൂട്രൽ നഗരമാക്കാനുള്ള നടപടികളുമായി മുന്നോട്ടെന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ. അയോധ്യ കേസിൽ വിധി പറഞ്ഞ സുപ്രീം കോടതി ജഡ്ജിമാർക്ക് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം. വിഗ്രഹത്തിന്റെ കൂടുതൽ ചിത്രങ്ങൾ പുറത്ത്. പ്രതിഷ്ഠാ ദിനത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതിന് എതിരെ CPM രംഗത്തു വന്നു. ഗായിക KS ചിത്രയ്ക്കെതിരായ സൈബർ ആക്രമണങ്ങൾ തള്ളി MV ഗോവിന്ദൻ. പുതിയ രാംലല്ലയ്ക്ക് ഒപ്പം തന്നെയായിരിക്കും പഴയ താൽക്കാലിക ക്ഷേത്രത്തിലെ രാംലല്ലയുടെയും സ്ഥാനം. പൂജാ ചടങ്ങുകൾ നാളെ അടക്കമുള്ള ദിവസങ്ങളിലും തുടരും. തത്സമയ റിപ്പോർട്ടുകളുമായി 24 വാർത്താ സംഘം അയോധ്യയിൽ. കേന്ദ്ര സർക്കാരിനെതിരെ യോജിച്ച സമരം വേണ്ട എന്ന UDF തീരുമാനത്തിനെതിരെ CPM. പ്രതിപക്ഷത്തിന് പ്രധാനം ജനങ്ങളല്ല രാഷ്ട്രീയമെന്ന വിമർശനം. യോജിച്ച സമരത്തിനില്ലെന്നറിയിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിക്ക് ഇത് പ്രമാണിച്ച് കത്തുകൊടുത്തു. കേരളത്തിന്റെ ധനപ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര അവഗണന മാത്രമെന്ന വാദത്തോട് യോജിപ്പില്ലെന്ന UDF. സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെട്ടെന്ന് വെളിപ്പെടുത്തൽ. ഗൗരവ ആരോപണവുമായി പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ മുൻ ജോയിന്റ് സെക്രട്ടറി BVR സുബ്രഹ്മണ്യം ഇടപെട്ടു എന്ന വാർത്ത. റിപ്പോർട്ട് പുറത്തുവിട്ടത് അന്വേഷണാത്മക മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ്. ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കാൻ ധനകാര്യ കമ്മീഷനുമായി പിൻവാതിൽ ചർച്ചകൾ നടത്തിയെന്നും കുറ്റപ്പെടുത്തൽ. വാർത്ത ഞെട്ടിപ്പിക്കുന്നതും ആശങ്കാജനകവുമെന്ന് സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കിന് വീണ്ടും ED നോട്ടീസ്. തിങ്കളാഴ്ച ഹാജരാകാൻ നിർദ്ദേശം. എത്താൻ കഴിയില്ലെന്ന EDക്ക് TM തോമസ് ഐസക്കിന്റെ മറുപടി. ലൈവ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിന് സ്ഥിരം ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി. കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുൻ പ്രസിഡന്റ് N ഭാസുരാംഗൻ ഒന്നാം പ്രതി. ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 3,22,00,000 രൂപയുടെ ക്രമക്കേട് നടന്നെന്ന് കണ്ടെത്തൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആദിവാസി യുവാവ് ആത്മഹത്യ ചെയ്തത് ആൾക്കൂട്ട വിചാരണ മൂലമല്ലെന്ന് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. വിശ്വനാഥൻ ആത്മഹത്യ ചെയ്തത് വ്യക്തിപരമായ കാരണങ്ങളുണ്ട്. കോഴിക്കോട് ജില്ലാ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. വയനാട് സ്വദേശി വിശ്വനാഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഫെബ്രുവരി മാസം 11-ാം തീയതി. ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിൽ കീഴടങ്ങാൻ സാവകാശം തേടി പ്രതികൾ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് തള്ളിക്കളഞ്ഞു. ഉടൻ കീഴടങ്ങണമെന്ന ഉത്തരവ്. സ്വയം പ്രഖ്യാപിത ആൾദൈവം ഗുർമീത് റാം റഹീമിന് പരോൾ. ജയിൽ മോചനം 50 ദിവസത്തേക്ക്. തൃശൂരിൽ VS സുനിൽകുമാറിനായുള്ള നവമാധ്യമ പ്രചാരണം തള്ളി CPI. സോഷ്യൽ മീഡിയ അല്ല സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതെന്ന് വിനോയ് വിശ്വം.
പാർട്ടി വിലക്ക് ലംഘിച്ച TN പ്രതാപൻ എംപിക്കായി തൃശൂരിൽ വീണ്ടും ചുവരെഴുത്ത്. തൃശൂരിൽ CPIയെ ബലിയാടാക്കുമെന്ന് ഉറപ്പായെന്ന് കെ മുരളീധരൻ MP. TN പ്രതാപൻ BJP ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നുവെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ അന്ത്യശാസനം തള്ളി വിമതർ. ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന സിനഡ് സർക്കുലർ പള്ളികളിൽ വായിക്കില്ല. മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചാണ് സിനഡ് തീരുമാനം എടുത്തതെന്ന നിലപാട് ഉറച്ച് അതിരൂപത സംരക്ഷണ സമിതി. കോഴിക്കോട് സ്വിസ് ബാങ്ക് തട്ടിപ്പ് കേസിൽ ഭാര്യയെ പ്രതിയാക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന T. സിദ്ദിഖ് MLA. തട്ടിപ്പിൽ പങ്കില്ലെന്ന MLAയുടെ ഭാര്യ ഷറഫുന്നിസ സ്ഥാപനത്തിൽ നിന്ന് നേരത്തെ തന്നെ രാജിവെച്ചിരുന്നു. പ്രതി ചേർത്തത് എന്തടിസ്ഥാനത്തിലാണെന്ന് അറിയില്ലെന്നും ഷറഫുന്നിസ 24-നോട്. അന്വേഷണം നടക്കട്ടെ എന്ന് കെ മുരളീധരൻ MP. കേസിനെ കുറിച്ച് അറിയില്ലെന്ന് VD സതീശൻ. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കരുത്തരായ മുംബൈ പിടിച്ചുകെട്ടി കേരളം. ഒന്നാം ദിനം മുംബൈയെ 251 റൺസിന് എറിഞ്ഞിട്ടു. ശ്രേയസ് ഗോപാലിന് 3 വിക്കറ്റ്, 2 വിക്കറ്റ് വീതം വീഴ്ത്തി ബേസിൽ തമ്പിയും ജലജ് സക്സേനയും. പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗതാഗത വകുപ്പിൽ പുത്തൻ പരിഷ്കാരങ്ങൾ നടത്താനുള്ള മന്ത്രി KB ഗണേഷ് കുമാറിന്റെ തീരുമാനത്തിൽ ഇടതുമുന്നണിയിൽ തന്നെ ഇന്ന് ആശയക്കുഴപ്പം ഉയർന്നു വന്നു. ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടമെന്ന KB ഗണേഷ് കുമാറിന്റെ പരാമർശത്തിനെതിരെ പരസ്യ വിമർശനവുമായി നേതാക്കൾ രംഗത്ത് വന്ന ദിവസമാണെന്ന്. മന്ത്രിയുടെ അഭിപ്രായം തള്ളി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ നേരിട്ട് രംഗത്ത് വന്നു. അതോടെ വിവാദം ചൂടുപിടിച്ചിരിക്കുന്നു. മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ വകുപ്പിലെ പരിഷ്കാരങ്ങളെ ഒളിഞ്ഞും തെളിഞ്ഞും നേരത്തെ തന്നെ ഗണേഷ് കുമാർ വിമർശിച്ചിരുന്നു. സിറ്റി സർക്കുലർ ഇലക്ട്രിക് ബസ്സുകൾ ഒരു ലാഭവും ഉണ്ടാക്കുന്നില്ല എന്നായിരുന്നു ഏറ്റവും ഒടുവിലെ വിമർശനം. ഇനി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങില്ലെന്നും നിലവിലെ ടിക്കറ്റ് നിരക്ക് ഉയർത്തുമെന്നും പ്രഖ്യാപിച്ചു. പിന്നാലെ വിവാദം. പുത്തൻ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങിയ ഗണേഷ് കുമാറിനെതിരെ ആദ്യം രംഗത്തെത്തിയത് CPIM MLA VK പ്രശാന്ത്. തിരുവനന്തപുരം നഗരത്തിലെ പല കേന്ദ്രങ്ങളുടെയും പ്രതിനിധിയായിരിക്കുന്ന VK പ്രശാന്ത് MLA ഇലക്ട്രിക് ബസ്സുകളുടെ നേട്ടങ്ങൾ വിവരിച്ച് ആദ്യം ഫേസ്ബുക്കിലൂടെ മന്ത്രിക്ക് മറുപടി നൽകി. യാത്രാ ചിലവും അന്തരീക്ഷ മലിനീകരണവും കുറയ്ക്കുക എന്നതാണ് ഇലക്ട്രിക് ബസ്സുകളുടെ ലക്ഷ്യം. KSRTC സ്വീകരിക്കേണ്ടത് പദ്ധതിയെ ലാഭത്തിലാക്കാനുള്ള നടപടികളെന്നും VK പ്രശാന്തിന്റെ ഉപദേശം. അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയെന്ന് ഞങ്ങളാരും സംശയിക്കുന്നില്ല. അദ്ദേഹം KSRTCയെ മെച്ചപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഓരോന്നായിട്ട് അദ്ദേഹം അനലൈസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഞാൻ പ്രകടിപ്പിച്ച ഒരു കൺസേൺ നഗരവാസികളുടെ ഒരു കൺസേൺ ആണ്. അവരിപ്പോൾ ധാരാളമായിട്ട് ഇലക്ട്രിക് വാഹനങ്ങളെ ആശ്രയിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് ഒഴിവാക്കുന്നത് അവരെ സംബന്ധിച്ച് പ്രയാസമായിരിക്കും. MLAയുടെ വിമർശനത്തിന് തൊട്ടു പിന്നാലെ CPIM സംസ്ഥാന സെക്രട്ടറി തന്നെ തീരുമാനത്തിനെതിരെ പരസ്യമായി രംഗത്തെത്തി. ജനോപകാരപ്രദമായ ഒരു പദ്ധതിയും നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് മന്ത്രിസഭയെന്നും ഒരു മന്ത്രി മാത്രമല്ല സർക്കാരിലുള്ളതെന്നും കടുപ്പിച്ച പ്രതികരണം. ഒരു മന്ത്രിയുടെ പ്രശ്നമല്ലല്ലോ, ഇവിടെ മന്ത്രിസഭ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ വരുന്ന സേവനങ്ങളെ ഏതെങ്കിലും ഒന്ന് ഇല്ലായ്മ ചെയ്യുക എന്നുള്ള നിലപാട് ഗവൺമെന്റ് എടുക്കുന്ന നിലപാടിന്റെ ഭാഗം. ആശ്വാസകരമായ ഒരു സേവനവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പിൻവലിക്കില്ല. സർക്കാരിന് നഷ്ടമുണ്ടാക്കുന്നതൊന്നും താൻ ചെയ്യില്ല എന്ന മുഖവരയോടെയായിരുന്നു കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. മന്ത്രി ഇന്നലെ പറഞ്ഞത് ഇങ്ങനെ: ആർക്കും ഒരു ഛേദവുമില്ലാത്ത പണികൾ മന്ത്രിമാരാരും ചെയ്യാൻ പാടില്ല. ഞാൻ ചെയ്യത്തില്ല. വന്ദേ ഭാരതിൽ ടിക്കറ്റ് നിരക്ക് കുറച്ചിട്ടാണ് ആൾ കയറുന്നത്. നല്ല സൗകര്യം കൊടുത്താൽ മലയാളിക്ക് അതൊരു പ്രശ്നമല്ല. മുതിർന്ന നേതാക്കൾക്ക് പിന്നാലെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും മന്ത്രിയെ വിമർശിച്ച് രംഗത്തെത്തി. സർക്കാരിന്റെ ലാഭനഷ്ട കണക്കുകൾക്കപ്പുറം നഗരത്തിലെ ജനങ്ങളെ സംബന്ധിച്ച ഇലക്ട്രിക് ബസ് സ്വീകാര്യമായിരുന്നു. ജനകീയമായ പദ്ധതി എളുപ്പത്തിൽ ഇല്ലാതാകുമോ എന്ന ആശങ്ക ജനങ്ങൾക്കുണ്ട്. സാധാരണ മനുഷ്യന് ഗുണകരമെങ്കിൽ മുന്നണിക്കുള്ളിലെ ആശയപരമായ തർക്കങ്ങളൊക്കെയും നല്ലതു തന്നെ. 10 രൂപ നിരക്കിലെ യാത്ര ഉൾപ്പെടെ അവസാനിക്കുമോ എന്ന ആശങ്ക ജനങ്ങൾക്കുണ്ട്. മുന്നണിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് ഒടുവിൽ ജനം വിജയിക്കട്ടെ. വിജയശങ്കർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. രഘു നന്ദൻ പറയുന്നു, പാർട്ടിയിൽ ഒരു വിഷയത്തെക്കുറിച്ച് മന്ത്രിമാർ പല അഭിപ്രായങ്ങൾ പറഞ്ഞാൽ ഭരണ സംവിധാനം തന്നെ എന്താകും? ഏത് സംവിധാനവും നാടിനെ നന്മയിലേക്ക് നയിക്കണം എന്നാണ് തിരുമുല്ല വാരത്തെ രഘുനന്ദൻ്റെ അഭിപ്രായം. ഇതുതന്നെയായിരിക്കും പല പ്രേക്ഷകർക്കുള്ള അഭിപ്രായം. ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങില്ല എന്ന പുതിയ ഗതാഗത മന്ത്രി പ്രഖ്യാപിച്ചതോടെ തിരുവനന്തപുരം നഗരസഭ സംസ്ഥാനത്തെ ആദ്യ ഹരിത നഗരമാക്കാനുള്ള പദ്ധതി കൂടിയാണ് അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്. LDFിൻ്റെ നയപരമായ കാര്യങ്ങളിൽ മന്ത്രിസഭ കൂട്ടായിട്ട് തീരുമാനമെടുക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി.
എന്നാൽ ഗതാഗത വകുപ്പിലെ പരിഷ്കാരങ്ങളുമായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ രംഗത്തുണ്ട്. അദ്ദേഹം ഇതുമായി മുന്നോട്ട് പോകുമോ എന്ന കാര്യം ഇപ്പോഴും സംശയമാണ്. ഈ കാര്യത്തെക്കുറിച്ച് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ ഇലക്ട്രിക് ബസ്സുകൾ നിർത്തലാക്കണോ വേണ്ടയോ? ജനങ്ങൾ പറയട്ടെ. കുറച്ചുകൂടി നല്ലത് ഇലക്ട്രിക് ആയിട്ടുള്ള ബസ്സുകളാണ് നല്ലതെന്നാണ് കർണാടകയൊക്കെ അവിടെയൊക്കെ യൂസ് ചെയ്യുന്നതിന് തെളിയിക്കുന്നത്. അപ്പോൾ കേരളയിലേക്ക് മാറുക വേണ്ടത്. അപ്പോൾ അതിനകത്ത് പിറകോട്ട് പോവുകയല്ലേ വേണ്ടത്. അപ്പം ഈ സമയത്ത് പെട്രോളിൻ്റെ വില ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇലക്ട്രിക് ബസ് ഏറ്റവും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. പിന്നെ ഈ ഗണേഷ് സാറ് മാത്രമല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നിയമസഭയിൽ. അപ്പം ബാക്കി എല്ലാവരുടെയും അഭിപ്രായം കൂടി നോക്കിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടും ഇലക്ട്രിക് ബസ് വരുന്നത് നല്ലതാണ്. കാരണം തമിഴ്നാട് സർക്കാരും ആന്ധ്ര സർക്കാരും ഒക്കെ ഇത് ഓൾറെഡി ഉൾക്കൊള്ളുകയും കാര്യങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്രോളിൻ്റെ വില കൂടുന്നതുകൊണ്ടും എന്തുകൊണ്ടും നല്ലതാണ് നമുക്ക് ഇലക്ട്രിക് ബസ് നമ്മുടെ നാട്ടിലൂടെ ഓടുന്നത്. ഗണേഷ് കുമാറിൻ്റെ പുതിയ നിയമങ്ങളോട് പൊതുവെ ആൾക്കാർ യോജിക്കുകയാണ് ചെയ്യണത്. കാരണം പുള്ളിയുടെ ലൈസൻസിൻ്റെ പുതിയ ചട്ടങ്ങളും കാര്യങ്ങളും നല്ലത് തന്നെയാണ്. പിന്നെ മുൻ മന്ത്രിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചത് വളരെ മോശമായി പോയെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗൾഫിലെ രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയേ ഇനിയും പാസ്സാക്കുകയുള്ളൂ, അതായത് പുതിയ ലൈസൻസ് കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്ന ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവിടുത്തെ റോഡിലൂടെ വാഹനം ഓടിക്കുന്നത് വളരെ പരിതാപകരമായ രീതിയിലാണ്. അങ്ങനെ കുറച്ചുകൂടെ നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുത്ത് നല്ല രീതിയിലാണെങ്കിൽ ലൈസൻസ് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ റോഡിലെ അപകടങ്ങൾ കുറച്ച് കുറയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 500 രൂപ 3000 രൂപയ്ക്ക് കൂടി 500 രൂപ ചിലവാകുമെന്നാണ് പറയുന്നത്. നമുക്കറിഞ്ഞുകൂടാ അവർ പറയുന്നത്. കറണ്ടിൻ്റെ 500 വരുള്ളൂ ഞാൻ കേട്ടിട്ടുണ്ട്. ലാഭത്തിൽ ഓടുന്ന സാധനം ടിക്കറ്റിൻ്റെ കൂട്ടേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് തോന്നണോ കുറയ്ക്കുക, അത് അവരുടെ ഉത്തരവാദിത്തമാണ്. ജനങ്ങൾ പ്രതികരിച്ചാൽ അതിലൊന്നും നേടാനില്ല. നിരക്ക് കൂട്ടാതെ അവർക്ക് നിവർത്തിയില്ല. കാര്യം ഭയങ്കര നഷ്ടത്തിലാണ് പോണത്. ശമ്പളം കൊടുക്കാൻ പോലും പൈസയില്ല, പെൻഷൻകാർക്ക് ഒന്നും കൊടുക്കാനില്ല. അങ്ങനെ ഒരു ഭയങ്കര അരക്ഷിതാവസ്ഥയിലാണ് കുറേ നാൾ കൊണ്ട് പോകണം. അവർക്ക് മുതലാവണ അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കുറച്ച് ദിവസം പറഞ്ഞുകൊണ്ടിരുന്ന് 10 രൂപ സർവീസ് 5 രൂപയാക്കാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പം അത് കൂട്ടാൻ പോകണു. അവൻ്റെ കാര്യം അറിയാം. അവൻ്റെ എന്ന് വെച്ചാൽ അവൻ്റെ അച്ഛൻ ഇരുന്ന കാലത്തേ ഉള്ളതല്ലേ. അതുകൊണ്ട് അവൻ ഇരിക്കുന്നതിൻ്റെ കുഴപ്പമൊന്നുമില്ല. അവൻ പല റൂളുകൾ നോക്കി ചിന്തിച്ചാണ് വളരെ ഇതായിട്ട് പഠിച്ചിട്ടാണ് അവൻ ഇരിക്കുന്നത്. ഇല്ലെന്ന് പറയുന്നില്ല. ചില ആൾക്കാർ, ചില പ്രേക്ഷകർ ജോസഫിൻ ജോസഫിനെ പോലെ ആൾക്കാർ നല്ല രീതിയിൽ കൊണ്ടുപോയാൽ നല്ലത് എന്ന് പറയുന്നത്. എല്ലാവർക്കും അത് തന്നെയാണ് ആഗ്രഹം. ഇലക്ട്രിക് ബസ് ലാഭകരമായിട്ടും അതുപോലെ തന്നെ അന്തരീക്ഷ മലിനീകരണം ഇല്ലാതെയും തിരുവനന്തപുരം നഗരത്തിൽ ഓടുന്നുണ്ടെങ്കിൽ ഓടട്ടെ എന്ന് തന്നെയല്ലേ നമ്മൾ പറയേണ്ടത്. ഇനി മറ്റൊരു സ്റ്റോറിയിലേക്ക്. 20,000 രൂപ മുടക്കി അറ്റകുറ്റപ്പണി നടത്തിയ വീട്ടുടമയ്ക്ക് 41,264 രൂപ സെസ് അടയ്ക്കാൻ നോട്ടീസ്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി അടയ്ക്കാനാണ് കേളകം സ്വദേശി തോമസ് പുതിനപ്പുറയ്ക്ക് തൊഴിൽ വകുപ്പ് നോട്ടീസ് നൽകിയത്. കാലപ്പഴക്കത്താൽ വീട് ചോർന്നൊലിക്കുന്നത് തടയാനുള്ള അറ്റകുറ്റപ്പണി മാത്രമാണ് നടത്തിയതെന്നാണ് ഈ വീട്ടുടമയുടെ വാദം. നികുതി സ്ലാബുകളിലെ വർധന പൊതുജനങ്ങൾക്ക് ഭാരമുണ്ടാക്കുന്നുവെന്ന വിമർശനം നിലവിലുണ്ട്. ഇതിനിടെയാണ് യുക്തിസഹമല്ലാത്ത സെസ് ഈടാക്കലിനെ കുറിച്ചുള്ള പരാതി ഉയരുന്നത്. കേളകം സ്വദേശിയായ പുതിനപ്പുറ തോമസിന്റെ ഈ വീടിന് 50 വർഷം പഴക്കമുണ്ട്. മേൽക്കൂരയിലെ ചോർച്ച വെല്ലുവിളിയായതോടെ ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്തി. മേൽക്കൂരയിലും ചേർന്നുള്ള ഭാഗത്തും ഷീറ്റിട്ടു. 2016 റവന്യൂ വകുപ്പ് തറ വിസ്തീർണം 226.72 ചതുരശ്ര മീറ്ററാണെന്ന് കണക്കാക്കുകയും 6000 രൂപ നികുതി ഈടാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സെസ് പിരിവ് ഊർജിതമാക്കാനുള്ള സർക്കാർ നടപടിക്കിടെ തോമസിന് തൊഴിൽ വകുപ്പിന്റെ നോട്ടീസ് കിട്ടി. 41,26,410 രൂപയുടെ നവീകരണ ജോലികൾ നടത്തിയിട്ടുണ്ടെന്നും ഇതിന്റെ 1% 41,264 രൂപ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി സെസ് അടയ്ക്കണമെന്നുമാണ് നോട്ടീസ്. എല്ലാ നവീകരണ പ്രവൃത്തികൾക്കുമായി 20,000 രൂപ മാത്രമാണ് ചെലവായതെന്നാണ് തോമസ് പറയുന്നത്. 20,000 രൂപയുടെ ചെലവ് ഞാൻ ചെയ്തിട്ടുണ്ട്. നനച്ചിന് മാറ്റിയെടുത്തിട്ടുണ്ട്. വേറെ ഒരു പണി ഞാൻ ഇതിനകത്ത് എടുത്തിട്ടില്ല. 40,000 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു ഒന്നും അത് എന്നെ കൊണ്ട് ഇപ്പം അടയ്ക്കാൻ സാധ്യമല്ല. ലേബർ ഓഫീസറുടെ നോട്ടീസിൽ വീടിന്റെ തറ വിസ്തീർണമായി വ്യത്യസ്ത അളവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വീട് സംരക്ഷിക്കാൻ ഷീറ്റിട്ടതിന് സെസ് പിരിക്കുന്നതിനെതിരെ പൊരുതുമെന്നാണ് തോമസിന്റെ നിലപാട്. ഒരു ഓപ്പറേഷൻ ബൈപ്പാസിന്റെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് 3-5 ലക്ഷം രൂപ ആയി. എനിക്കതുകൊണ്ട് ഉടനെ ഇതിനടയ്ക്കാൻ എനിക്ക് നിർവാഹമില്ല. തീരെ സുഖമില്ലാത്തതുകൊണ്ട് തലകറക്കവും പരിപാടികളെല്ലാം ഉണ്ട്. ഓപ്പറേഷനോട് പല രോഗങ്ങളാണ്. ഇതിൽ നിന്ന് തന്നെ ഒഴിവാക്കി കിട്ടണം. അതിലേ എനിക്ക് പറയാനുള്ളൂ. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ക്ഷേമനിധി ബോർഡിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനാണ് സെസ് പിരിവ് കൂടുതൽ ഊർജിതമാക്കിയത്. റവന്യൂ വകുപ്പ് മുഖേന കെട്ടിടങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ചാണ് തൊഴിൽ വകുപ്പ് നോട്ടീസ് നൽകി പണം പിരിക്കുന്നത്. സെസ് തുക നിർണയിച്ചത് മാനദണ്ഡങ്ങൾക്കനുസൃതമായി ശാസ്ത്രീയമായാണോ? അതല്ല സാമ്പത്തിക പ്രതിസന്ധിയിൽ ജനങ്ങളെ പിഴിയാൻ റാൻഡമായി നോട്ടീസുകൾ അയക്കുകയാണോ? മറുപടി പറയേണ്ടത് തൊഴിൽ വകുപ്പാണ്.
പ്രജ്വൽ സുരേഷിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. പൊതുജനം കഴുതയല്ല സാർ. 10 ലക്ഷത്തിൽ താഴെ നിർമ്മാണ ചെലവുള്ളതും 100 ചതുരശ്ര മീറ്ററിൽ താഴെ വിസ്തീർണമുള്ളതുമായ ഗാർഹിക കെട്ടിടങ്ങൾക്ക് മാത്രമാണ് സെസ് ഇല്ലാത്തത്. നോട്ടീസ് കൈപ്പറ്റിയിട്ട് പണമടയ്ക്കാതിരുന്നാൽ മാസം 2% വെച്ച് പലിശയും കൊടുക്കേണ്ടി വരും. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ വരുമാനം കണ്ടെത്താനാണ് ക്ഷേമനിധി ബോർഡിൻ്റെ ഈ കടും വെട്ടെന്നാണ് ജനങ്ങൾ പറയുന്നത്. പ്രതികരണങ്ങളിലേക്ക്. ഇത് നമ്മൾ ഇപ്പം 2-3 വർഷമായുള്ളൂ. പിന്നെ ഇവിടെ എല്ലാം നനഞ്ഞിട്ട് ഷീറ്റ് ഇട്ടതാണ്, അടുക്കള വശം എല്ലാം നനഞ്ഞിട്ട് അങ്ങനെ ഷീറ്റ് ഇട്ടതാണ്. നേരത്തേനും ഇങ്ങനെ കംപ്ലൈൻറ്റുകളൊക്കെ വരുവാണെങ്കിൽ എന്നാ ചെയ്യാൻ? 1000 രൂപ വെച്ച് അടയ്ക്കാൻ പറഞ്ഞാൽ ഞങ്ങൾക്കത് അടയ്ക്കാനുള്ള ഒരു മാർഗ്ഗവും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ദുർവിനിയോഗം, അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ചുങ്കക്കുന്നിലുള്ള ഈ തോമസ് ചേട്ടൻ്റെ ഒരു അവസ്ഥ. ഇപ്പോൾ കൂടുതൽ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയുന്നില്ല. അധികാരികൾക്ക് മാക്സിമം ഒരു സാധാരണക്കാരനെ എത്രയൊക്കെ ഊറ്റിപ്പിഴിയാൻ പറ്റുമോ അതിന് ഉദാഹരണമാണ് ചുങ്കക്കുന്നിലെ തോമസ് ചേട്ടൻ്റെ അവസ്ഥ. ഇങ്ങനൊരവസ്ഥ ഇനി ആർക്കും വരാതിരിക്കട്ടെ എന്നേ പറയാനുള്ളൂ. ഒരു 10,000 ആണെങ്കിലും നമ്മൾ അംഗീകരിച്ചേനെ. ഇതിപ്പം എൻ്റെ 10 ഇരട്ടി പൈസയല്ലേ വരുന്നത്. ഇത് താങ്ങാൻ പറ്റുന്ന കാര്യമാണോ? അതൊക്കെ ഒരു മോശമല്ലേ? ഷബീർ മണ്ണാർക്കാടിൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം അദ്ദേഹം പറയുന്നത്, തിരുവനന്തപുരത്ത് മാത്രം മതിയോ KSRTCയുടെ പരിഷ്കാരങ്ങൾ? എല്ലാ ജില്ലയിലും ജനങ്ങൾ നികുതി അടയ്ക്കുന്നുണ്ട്. പക്ഷേ KSRTCക്ക് കിട്ടുന്ന AC ബസ്സുകൾ, ഡബിൾ ഡെക്കർ ബസ് എല്ലാം തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ. പാലക്കാടൊക്കെ ഒന്നും വരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. റെജി മിന്നു പറയുന്നു, വന്ന് സ്വന്തം വീട്ടിൽ മുറ്റമടിക്കണമെങ്കിലും ഇവന്മാർക്ക് നികുതി അടയ്ക്കണം എന്നുള്ള അവസ്ഥയായിരിക്കുന്നു എന്നും ഒരു വീട്ടമ്മ പറയുകയാണ്. വിവരാവകാശ നിയമം പൂർണ്ണമായും പാലിക്കാതെ സംസ്ഥാന സർക്കാർ പുതിയതായി ആരംഭിച്ച വിവരാവകാശ പോർട്ടലിനെ കുറിച്ച് പരാതി. സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് വിവരാവകാശ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാനും മറുപടി നൽകാനുമാണ് സർക്കാർ ഓൺലൈൻ പോർട്ടൽ തുടങ്ങിയത്. എന്നാൽ പോർട്ടലിൽ ആദ്യ അപ്പീൽ സമർപ്പിക്കാനുള്ള സംവിധാനം ഇല്ല എന്നാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച് 30 ദിവസത്തിനകം മറുപടി ലഭിച്ചില്ലെങ്കിൽ ആദ്യ അപ്പീൽ അപേക്ഷ സമർപ്പിക്കാം. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ പോർട്ടലിൽ അപ്പീൽ നൽകുന്നതിനുള്ള ഓപ്ഷൻ ഇല്ല. 30 ദിവസത്തിനകം മറുപടി ലഭിച്ചില്ലെങ്കിൽ പേപ്പറിൽ എഴുതി വീണ്ടും അപേക്ഷ നൽകണം. സംസ്ഥാനത്തെ സർക്കാർ സംവിധാനങ്ങളെല്ലാം ഓൺലൈൻ ആകുന്ന കാലത്താണ് വിവരാവകാശ പോർട്ടലിലെ ഈ പോരായ്മ. എല്ലാ സേവനങ്ങളും ഓൺലൈൻ ആക്കാൻ വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ K-സ്മാർട്ട് അവതരിപ്പിച്ചത്. പക്ഷേ അതേസമയം തന്നെ വിവരാവകാശ നിയമം നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ വിമുഖത കാണിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് വിവരാവകാശ പോർട്ടൽ ആരംഭിച്ചിട്ടും അതിൽ ആദ്യ അപ്പീൽ സമർപ്പിക്കാനുള്ള സംവിധാനം ഇനിയും ക്രമീകരിക്കപ്പെടാത്തത്. അപ്പോൾ ഇതുമൂലം ഉണ്ടാകുന്നത് നമുക്ക് ആദ്യ അപേക്ഷ നൽകിയാലും 30 ദിവസത്തിനകം മറുപടി ലഭിച്ചില്ലെങ്കിൽ തുടർന്നുള്ള ആദ്യ അപ്പീൽ സമർപ്പിക്കാനുള്ളതിന് കാലതാമസം നേരിടുന്നു. മാത്രമല്ല, ബന്ധപ്പെട്ട വകുപ്പുകളിലെ ആദ്യ അപ്പീൽ അധികാരി ആരാണെന്നോ അവരുടെ വ്യക്തമായ വിവരങ്ങളോ ഫോൺ നമ്പരോ ഒന്നും നൽകാൻ ഈ വിവരാവകാശ പോർട്ടൽ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതുമൂലം നമുക്ക് ആദ്യ അപ്പീൽ നൽകുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ നേരിടുകയാണ്. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരമാണ് വിവരാവകാശ അപേക്ഷകൾക്ക് ഓൺലൈൻ സംവിധാനം സർക്കാരുകൾ ഏർപ്പെടുത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ വിവരാവകാശ പോർട്ടലിൽ അപ്പീൽ നൽകാനുള്ള സൗകര്യമുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ പോർട്ടലിലെ ന്യൂനതകൾ എത്രയും വേഗം പരിഹരിക്കണമെന്നാണ് വിവരാവകാശ പ്രവർത്തകരുടെ ആവശ്യം. സംസ്ഥാന സർക്കാരിന്റെ മിക്ക സേവനങ്ങളും ഓൺലൈനിലേക്ക് മാറുകയാണ്. ഈ സാഹചര്യത്തിലാണ് വിവരാവകാശ പോർട്ടലിന്റെ ചില ന്യൂനതകൾ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് പരിഹരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ക്യാമറമാൻ മുഹമ്മദിനൊപ്പം എബിൻ ജോസ്, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. തിരുവനന്തപുരത്ത് നിന്ന് AV ജയശങ്കർ ഇപ്പോൾ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. ഇലക്ട്രിക് ബസ്സുകളുടെ വിശദാംശങ്ങൾ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ തേടിയിരിക്കുന്നു. റൂട്ടുകളുടെ വിവരങ്ങളും ദൈനംദിന വരവ് ചെലവ് കണക്കുകളും ആവശ്യപ്പെട്ടത് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറോടാണ്. സംസ്ഥാനത്തോടുന്ന മുഴുവൻ ബസ്സുകളുടെ വരവ് ചെലവ് കണക്കുകളും നൽകാനാണ് മന്ത്രിയുടെ നിർദ്ദേശം. റിപ്പോർട്ട് ലഭിച്ച ശേഷം മുഖ്യമന്ത്രിയുമായി ഗതാഗത മന്ത്രി ഇക്കാര്യത്തിൽ കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രിയുടെ അഭിപ്രായം കൂടി കേട്ട ശേഷം മാത്രമേ തുടർ നടപടി ഉണ്ടാകൂ എന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറയുന്നതായി ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. കാസർഗോഡ് പനത്തടി അച്ചമ്പാറ കോളനിയിലെ ആദിവാസി കുടുംബങ്ങൾ കൂട്ടത്തോടെ കുടിയിറങ്ങുന്നു എന്ന വാർത്ത വരുന്നു. അടിയന്തര ഘട്ടങ്ങളിൽ ആശുപത്രിയിൽ എത്താൻ പോലും മാർഗമില്ലാതെ വന്നതോടെയാണ് വനത്തിനുള്ളിൽ നിന്നും കുടിയിറങ്ങാനുള്ള അവരുടെ തീരുമാനമുണ്ടായത്. പതിറ്റാണ്ടുകളായി വനത്തിനുള്ളിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഈ കുടുംബങ്ങൾക്കായി ഒരു രാഷ്ട്രീയ ശബ്ദവും ഇതുവരെ ഉയർന്നിട്ടില്ല എന്നത് മറ്റൊരു വിചിത്രമായ കാര്യം. വഴിയൊന്നുമില്ല, ഇങ്ങനെ തന്നെ പോകണം അങ്ങോട്ട്.
അങ്ങനെ വരുവാൻ ഇങ്ങോട്ട് താഴോട്ട് നടക്കാൻ പറ്റൂലാത്ത ഭാഗത്തു നിന്ന് പിന്നെ കസേരയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ തുളയിൽ എത്തിയിട്ടെല്ലാം വരാൻ. എൻ്റെ അമ്മയെല്ലാം അങ്ങനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ തന്നെ ആയിട്ടില്ല. അപ്പോൾ തന്നെ ജീവൻ പോയി ജീപ്പിൽ നിന്ന്. നൂറ്റുപോലെ വെള്ളമില്ലാത്ത ഒന്നത്, പിന്നെ പിള്ളേരെ ഡിഗ്രി കഴിഞ്ഞിട്ട് പഠിക്കാനൊന്നും സൗകര്യമില്ലാത്തത് പോയി. 50 സെൻറ്റ് സ്ഥലം ഉണ്ടാകെ വെള്ളമില്ലായിരുന്നു, ഒരു വഴിക്ക് ബുദ്ധിമുട്ട്. പിള്ളേരെ ഡിഗ്രി കഴിഞ്ഞ് വീട്ടിൽ തന്നെ ആയി. പിന്നെ അതിലെല്ലാം പഠിക്കുന്നുണ്ട് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട്. വർഷങ്ങളോളം കാത്ത മണ്ണുപേക്ഷിച്ച് ഇവർ മറ്റൊരു അഭയകേന്ദ്രം തേടുന്നത് നിവൃത്തികേട് കൊണ്ട് മാത്രമാണ്. വളർന്നു വരുന്ന കുട്ടികളെയെങ്കിലും സുരക്ഷിതമാക്കണം. വനത്തിന് നടുവിലുള്ള ഈ ദുർഘടമായ വഴിയിലൂടെയാണ് 2 കിലോമീറ്റർ താണ്ടി ആശുപത്രിയിലേക്കും അതോടൊപ്പം കുട്ടികൾ സ്കൂളിലേക്കും പോകുന്നത്. വന്യമൃഗങ്ങളുടെ ശല്യവും കുടിവെള്ളക്ഷാമവും ദുരിതമിരട്ടിയാക്കി. 38 കുടുംബങ്ങളുണ്ടായ കോളനിയിൽ നിന്ന് 17 കുടുംബങ്ങൾ സ്ഥലവും വീടും ഉപേക്ഷിച്ച് ഇതിനകം കാടിറങ്ങി. 11 കുടുംബങ്ങൾ കുടിയിറക്കം തീരുമാനിച്ചു. അവശേഷിക്കുന്നത് മണ്ണിൽ നട്ടുവളർത്തിയ ജീവിതമാർഗം ഉപേക്ഷിക്കാൻ കെൽപ്പില്ലാത്തവർ മാത്രമാണ്. ശരിയെല്ലാം പോയി, കുറെ കൊല്ലമായി, 10-25 കൊല്ലം പോരാ. ജീവനൊന്നുമില്ല. ഇത് ഒന്നും കട്ടാലാവുമ്പോഴും വെള്ളമില്ല, അങ്ങനെ ഒന്നും മാത്രം വഴിയില്ല, കാര്യമാർ വഴിയില്ല. പന്നി പിന്നെ കുരങ്ങ് അങ്ങനത്തെ എല്ലാം, അതുകൊണ്ടാണ് ഒന്നും തെങ്ങിന് വീട്ടിൽ ഒരു കരക്കും കൂടി കെട്ടുന്നില്ല. വനത്തിലൂടെ 2 കിലോമീറ്റർ പാത നിർമ്മിക്കാൻ വനം വകുപ്പിന്റെ അനുമതിയില്ലാത്തതാണ് തടസ്സം. ആ ചുവപ്പ് നടക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ആദിവാസികളുടെ ഭൂമി വനം വകുപ്പ് ഏറ്റെടുത്ത് പുനരധിവാസം ഒരുക്കണമെന്ന ആവശ്യവും സർക്കാർ പരിഗണിച്ചിട്ടില്ല. ഗോത്രവർഗ പദ്ധതികളൊന്നും ഈ മനുഷ്യരെ തേടിയെത്തിയിട്ടില്ല. ദുരിതപൂർണമായ ഇവരുടെ ജീവിതയാത്ര തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. മനുഷ്യർക്ക് അടിസ്ഥാനപരമായി ലഭിക്കേണ്ട അവകാശങ്ങളെങ്കിലും ഇവർക്ക് ഉറപ്പാക്കണം. അച്ചമ്പാറ വനമേഖലയിൽ നിന്നും വിജീഷ് അണങ്കൂറിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. പൊതുജനം കഴുതയല്ല സാർ. കാടിൻ്റെ മക്കൾ കാടിറങ്ങി നാട്ടിലേക്ക് വരുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് അതൊരു വാർത്തയായിരിക്കില്ല. എന്നാൽ അവരുടെ മൗലികത മുഴുവൻ കാട്ടിലാണ് എന്ന കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. ഓരോ കൊല്ലവും കോടികളാണ് ആദിവാസികളുടെ പേരിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെലവിടുന്നു എന്ന് പറയുന്നത്. ആദിവാസികളുടെ ദുരിതത്തെക്കുറിച്ച് വാർത്ത വന്നാൽ ഉടനെ കോടികൾ വകയിരുത്തിയതായി ഉടൻ പ്രഖ്യാപനവും വരും. നമ്മളിതൊക്കെ എത്രയോ കണ്ടതാ. പ്രഖ്യാപനത്തിനപ്പുറം പ്രവർത്തനമാണ് വേണ്ടതെന്നാണ് ഈ കുടുംബങ്ങൾ നമ്മോട് പറയുന്നത്. കേൾക്കാം അവരുടെ പ്രതികരണങ്ങൾ. അത് ഞങ്ങളിങ്ങനെ പിടിച്ചിട്ട് കൊണ്ടുപോകും, കസാലയിലിരുത്തും. പിന്നെ ഇങ്ങനെ കുറേ ആളെല്ലാം കൂട്ടിട്ട് കൊണ്ടുപോകുന്നു ആസ്ത്രയിലെല്ലാം കൊണ്ടുപോകുമ്പോൾ. കണ്ണ് കാണാത്തവർ, എൻ്റെ മണ്ണിൽ ഒരു കണ്ണ് കാണാത്തവനുണ്ട്, എന്തോ സ്വൽപ്പാന് ഓനെല്ലാം ഇങ്ങനെ സുഖമില്ലാതെ പിടിച്ചിട്ട് തന്നെ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. മഴക്കാലത്തെല്ലാം പിള്ളേർ പോകുമ്പോൾ പാവം തോന്നും, ഞങ്ങൾ പോകുമ്പോൾ കാണുമ്പോൾ നഞ്ഞിട്ട് തന്നെ പോകുന്നു പിള്ളേർ. ഇപ്പോൾ കൂതുകൊണ്ട് തന്നെ റോഡില്ലാത്ത കൊണ്ട് നടന്നു തന്നെ പോകണം. വൈകുന്നേരമായ ഭയങ്കര ചോറ തന്നെ, കാഴ്ചക്കുറവ്. ഒരാൾ അംഗൻവാടി പോകുന്നുണ്ട്, 2 പേര് സ്കൂളിൽ പോകുന്നുണ്ട്. നമുക്ക് വലിയ ബുദ്ധിമുട്ട്. നമുക്ക് റോഡില്ല, ഫോറസ്റ്റിൽ നടന്നിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കണം. ഒരു 5 കിലോമീറ്റർ ഉണ്ടാവും. നമുക്ക് സുഖമില്ലാതെ ഉണ്ടായിരുന്നു കുറേ സമയത്ത്. അപ്പോൾ ആശുപത്രി കൊണ്ടുപോകാനും എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്. അച്ഛനും അങ്ങനെ മുട്ടുവേന, കാലുവേന. പിന്നെ ഏട്ടൻ്റെ അനിയനുണ്ട്, അവനും വർത്താനം പറയുന്നില്ല, ഊമയാണ്. അപ്പോൾ ഞാനും മോനും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അങ്ങനെ ഇപ്പോൾ കെട്ടാനാവില്ല, പുറത്തിൽ തന്നെ കൊണ്ടുപോകണ്ടല്ലേ, അതുകൊണ്ട് മാറിയതാണ്. ഇവിടെ ഒരു 25-26 കൊല്ലമായി താമസിച്ചിട്ട്. അല്ല, ഞങ്ങൾ കിണർ കുഴിച്ചു. അതിൽ വലിയൊരു ഗുഹ എന്നുള്ളത് കുറച്ച് സ്ഥലമുള്ളൂ, അരക്കറ. പിന്നെ വഴിയില്ല, വലിയ ഫോറസ്റ്റിലൂടെയാണ് ഞങ്ങൾ വരുന്നത്. നമുക്ക് റോഡും ഇല്ല, വഴിയില്ല, പിന്നെ കുടിക്കാൻ കുടിവെള്ളമില്ല. മരിച്ചാൽ തന്നെ ബോഡി കൊണ്ടുപോകാനുള്ള വഴിയൊന്നുമില്ല. പിന്നെ കുരങ്ങും പിന്നെ പന്നി ശല്യം, ഇതൊന്നും വെക്കുന്നില്ല. കൃഷിയൊന്നും നശിച്ച് പോവാണ്. ലൈഫിൻ്റെ വീട് കിട്ടുവാണെങ്കിൽ 6 ലക്ഷം കൊണ്ട് വീട് വെക്കാൻ പറ്റില്ല. അത് വണ്ടി സൗകര്യമൊന്നും ഇല്ലല്ലോ, എല്ലാത്തിനും കൂലി കൊടുക്കണ്ടേ. എൻ്റെ വീട്ടിൽ ഭർത്താവിൻ്റെ അനിയൻ്റെ സൽഫാനാണ്. പിന്നെ അച്ഛന് മരിച്ചിട്ടാകുമ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ചെയറിലിരുത്തിയിട്ടാണ് പിടിച്ചിട്ട് കൊണ്ടുപോയത്.
ഇപ്പോൾ ചെന്നൈയിൽ നിന്നൊരു വാർത്ത വരുന്നു. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ചെന്നൈയിൽ തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. യുവാക്കളുടെ ഊർജ്ജവും ഉത്സാഹവും രാജ്യത്തെ കായിക മേഖലയിൽ ഉയരത്തിലെത്തിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഖേലോ ഇന്ത്യ കായിക മത്സരങ്ങൾ കൂടുതൽ താരങ്ങൾക്ക് അവസരമൊരുക്കുന്നു, മികവുറ്റ താരങ്ങളെ കണ്ടെത്താനും സഹായിക്കുന്നു. യുവാക്കളുടെ നിശ്ചയദാർഢ്യത്തിലും കഠിനാധ്വാനത്തിലും വിശ്വസിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നിങ്ങൾക്കൊപ്പം രാജ്യവും മികവിലേക്ക് എത്തുമെന്നും പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. ഈ ചടങ്ങിൽ ദിനേശ് ഹരിമംഗലം SKN 1965 ഇൻഡോ പാക് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ലാൻസ് നായക് K. രാജപ്പന് ആലപ്പുഴ സൈനിക കൂട്ടായ്മ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസിൻ്റെ നേതൃത്വത്തിൽ ജന്മനാടായ തൃക്കുന്നപ്പുഴയിൽ ഒരു സ്മൃതി മണ്ഡപം ഒരുക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവത്യാഗം നമ്മൾ സ്മരിക്കുക തന്നെ വേണം. ഇനി അയോധ്യയിലേക്ക്. അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള പൂജകളും ചടങ്ങുകളും പുരോഗമിക്കുന്നു. താൽക്കാലിക ക്ഷേത്രത്തിൽ ഇന്നു മുതൽ പൊതുജനങ്ങൾക്ക് ദർശനം അനുവദിക്കില്ല. പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണമുള്ളവർക്ക് മാത്രമാണ് അയോധ്യ നഗരപരിധിയിൽ ഇപ്പോൾ പ്രവേശനം. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അയോധ്യയിലെത്തി. അയോധ്യ ഭൂമി തർക്ക കേസിൽ വിധി പറഞ്ഞ സുപ്രീം കോടതി ബെഞ്ചിലെ ജഡ്ജിമാരെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ട്രസ്റ്റ് ക്ഷണിച്ചു എന്ന് പറയുന്നു. വിവരങ്ങളുമായി അയോധ്യയിൽ നിന്ന് വിജയകുമാർ തത്സമയം ചേരുന്നു. വിജയകുമാർ, നമസ്കാരം. അയോധ്യയിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ആണ്. എന്താണ്, എപ്പോഴാണ് അയോധ്യയിൽ എത്തിയത് വിജയകുമാർ? SKN, ഗുഡ് ഈവനിങ്. ഞാൻ ഏതാനും മിനിറ്റുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഇവിടേക്ക് എത്തിയിട്ട്. നമ്മൾ അയോധ്യയിലെ പുതിയ വിമാനത്താവളത്തിൽ ഇറങ്ങി. അതൊരു പുതിയ വിമാനത്താവളം ആയതുകൊണ്ട് തന്നെ അവിടെ സൗകര്യങ്ങൾ വളരെ കുറവാണ്. അവിടെ നിന്നൊരു ടാക്സി നമ്മൾ അയോധ്യയിലേക്ക് എത്തുന്ന അയോധ്യ ഈ സിറ്റിയിലേക്ക് എത്താൻ ഒരു ടാക്സി കിട്ടാൻ ഏതാണ്ട് 1.5 മണിക്കൂർ കാത്തു നിന്നു. അങ്ങനെ നമ്മൾ ഇപ്പോഴവിടെ എത്തി. നമ്മൾ ഇവിടെ നേരത്തെ കണ്ടെത്തിയിരുന്ന റൂമിലേക്ക് പോയി. അതിനുശേഷം നമ്മൾ ലൈവിന് തയ്യാറായി ഇറങ്ങുകയായിരുന്നു. SKN, ഞാൻ ഈ നിൽക്കുന്നതാണ് അയോധ്യ ക്ഷേത്രത്തിലേക്കുള്ള പ്രധാനപ്പെട്ട വഴി. അതിന്റെ ഇരുവശവും വലിയ തോതിൽ അലങ്കരിച്ചിട്ടുണ്ട്. ഒരു ഉത്സവ ഛായ എന്ന എല്ലാ അർത്ഥത്തിലും പറയാം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരും ക്ഷണിക്കപ്പെട്ടവരുമൊക്കെ ഇതിനോടകം ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് നീളുന്ന ഒരു വഴിയാണ്. അവിടെ ആഘോഷങ്ങളുടെ ഭാഗമായി ഈ രാമകഥാസാഗരം ഒക്കെ ഇപ്പോഴേ അവിടെ തുടങ്ങിയിട്ടുണ്ട്. രാമകഥകൾ ആലപിക്കുക, അത് കേൾക്കാൻ ആളുകൾ എത്തുക, അതൊരു നമ്മളുടെ കഥാപ്രസംഗം എന്ന് പറയാവുന്ന മട്ടില് ഇങ്ങനെ രാമകഥകൾ പാരായണം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രത്യേക കലാരൂപമാണ് അവിടെ നടക്കുന്നത്. അതിങ്ങനെ തുടർച്ചയായി രാവും പകലുമില്ലാതെ നടക്കുന്നുണ്ട്. ഇവിടെയുള്ള കെട്ടിടങ്ങളൊക്കെ അലങ്കരിച്ചിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. SKN, ഈ ക്ഷേത്രത്തിലെ പുതിയ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട പൂജകൾ അതിന്റെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. ജലാധിവാസം, തൈലാധിവാസം അങ്ങനെയൊക്കെ പറയുന്ന ഈ താന്ത്രിക വിധിപ്രകാരമുള്ള പൂജകളിലേക്ക് കടന്നിട്ടുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേരിട്ട് അയോധ്യയിലെത്തി ഇവിടുത്തെ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തി. ഈ ഉദ്ഘാടന ചടങ്ങിന്റെ അല്ലെങ്കിൽ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ വിലയിരുത്തുകയും ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ ഇത് ഒരു രാഷ്ട്രീയ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം നടക്കുന്നത് SKN അറിയാമല്ലോ. ഈ ദിവസം, അതായത് പ്രാണപ്രതിഷ്ഠ ദിവസം കേന്ദ്ര സർക്കാർ അവധി കൊടുത്തതിനെതിരെ വലിയ പ്രതിഷേധം ഇടതു പാർട്ടികളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനിടെയാണ് ഇന്നിപ്പോൾ റിസർവ് ബാങ്കിന് കൂടി അന്ന് ഉച്ചവരെ അവധി നൽകാനുള്ള തീരുമാനം ഉണ്ടാവുകയും ചെയ്തത്. അങ്ങനെ ഒരു ഭാഗത്ത് അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നടക്കുന്നു, രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നു. മറുഭാഗത്ത് ഇതൊരു വലിയ ഒരു ഉത്സവമാക്കി മാറ്റാൻ ഉത്തർപ്രദേശ് സർക്കാരും കേന്ദ്ര സർക്കാരും ഈ അയോധ്യ ശ്രീരാമക്ഷേത്ര തീർത്ഥ ട്രസ്റ്റുമൊക്കെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അവർ അതിന്റെ ഒരുക്കങ്ങളിലേക്കാണ്. നമ്മൾ ഈ വരുന്ന വഴിയിലൊക്കെ നമ്മൾ വന്ന വിമാനത്തിൽ, അതായത് നമ്മൾ മുംബൈയിൽ നിന്നുള്ള വിമാനത്തിലാണ് വന്നത്. ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത് മുഴുവൻ അയോധ്യയിലേക്കുള്ള തീർത്ഥാടകരായിരുന്നു എന്ന് പറയാം. ഏതാണ്ട് വിമാനത്താവളം മുതൽ തന്നെ വലിയ ഭജനയൊക്കെ പാടി ഇങ്ങനെ വരികയായിരുന്നു ഒരു വലിയ സംഘം ആളുകൾ. അങ്ങനെ നമ്മൾ ഈ അയോധ്യ നഗരത്തിലേക്ക് വരുന്ന ഭാഗത്ത് മുഴുവൻ ആ നിലയിൽ ഈ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ക്ഷണിക്കപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ഈ ദിവസം ഈ പ്രതിഷ്ഠാദിന ചടങ്ങിലേക്ക് അവരെ അനുവദിച്ചിട്ടുള്ളൂ. പക്ഷേ അതിനപ്പുറത്തേക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇങ്ങനെ പലതരത്തിൽ നടന്നും ഒക്കെ കാൽനടയായി തീർത്ഥാടകരൊക്കെ വരുന്നുണ്ട്. അവരെയൊക്കെ ദൃശ്യങ്ങളിൽ കാണാം. അങ്ങനെ അത്തരം തീർത്ഥാടകരെ കൊണ്ട് ഈ അയോധ്യ നഗരം നിറഞ്ഞിട്ടുണ്ട്. SKN, ഇതൊരു അങ്ങനെ വലിയ നഗരമൊന്നുമല്ല, അങ്ങനെ വലിയ സൗകര്യങ്ങളൊന്നും ആയിട്ടില്ല. പക്ഷേ അങ്ങനെ സൗകര്യങ്ങളൊക്കെ ആകുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ഇന്നും പറഞ്ഞത് ഈ പ്രതിഷ്ഠാദിന ചടങ്ങിലേക്ക് അധികം ആളുകൾ വരേണ്ടതില്ല.
അതിനുശേഷം 23-ാം തീയതി മുതൽ ഇത് തുറന്ന് ക്ഷേത്രം എല്ലാവർക്കും നൽകും. അതുകൊണ്ട് സമാധാനപരമായി വന്ന് പ്രാർത്ഥിച്ചു പോവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ആ ദിവസം തന്നെ വലിയ തിരക്കായിരിക്കുമെന്നാണ്. സരയൂ നദിയുടെ തീരത്തൊക്കെ അതിന്റെ കടവുകളിലൊക്കെ വലിയ അലങ്കാരങ്ങളൊക്കെ വരുത്തി അതും ഒരു ഉത്സവ പ്രതീതി ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെ SKN എല്ലാ അർത്ഥത്തിലും ഒരു ഉത്സവാന്തരീക്ഷം ഇവിടെയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ നമ്മൾ കാണാതെ പോകുന്നുമില്ല. അത് മറുഭാഗത്ത് നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഈ ചടങ്ങ് SKN അത് കഴിഞ്ഞാൽ ഉടൻ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. ബജറ്റ് സമ്മേളനം കഴിഞ്ഞാൽ ഫെബ്രുവരി പകുതിയോ അവസാനത്തോടു കൂടിയോ രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിക്കും. അപ്പോൾ ഈ അയോധ്യയിലെ ക്ഷേത്രം അതിന്റെ പണി പൂർത്തിയാകുന്നതിന് മുൻപ് തിടുക്കത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് ആചാര ലംഘനമാണ് എന്നതാണ് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ പറയുന്നത്. ശങ്കരാചാര്യർ ഒക്കെ അല്ലെങ്കിൽ ശങ്കരാചാര്യ മഠങ്ങളൊക്കെ അതിൽ ആ അഭിപ്രായം പ്രകടിപ്പിച്ചതൊക്കെ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണെന്ന വിമർശനം ഒരു ഭാഗത്ത് നടക്കുന്നു. എന്നാൽ അത്തരം വിവാദങ്ങളോട് അതേ നിലയിൽ മറുപടി പറയേണ്ടതില്ല എന്നാണ് BJP നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. BJPയുടെ പാർലമെന്ററി ബോർഡ് തന്നെ കഴിഞ്ഞ ദിവസം ചേർന്ന് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എല്ലാ ഒരുക്കങ്ങളും നേരിട്ട് അല്ലെങ്കിൽ അതിനുവേണ്ട എല്ലാ പിന്തുണയും നൽകാൻ തീരുമാനിച്ചിരുന്നു. ഉത്തർപ്രദേശ് സർക്കാർ, ഇവിടുത്തെ BJP ഘടകമൊക്കെ പൂർണ്ണമായും ഇതിനൊപ്പം തന്നെയാണ്. SKN ഒരു കാര്യം കൂടി ഉള്ളത്, ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതൃത്വം ഈ പരിപാടിക്ക് വലിയ പിന്തുണ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ ആ നേതാക്കളൊക്കെ ഇവിടെ വന്നിരുന്നു. അവർ ഈ ചടങ്ങിൽ പങ്കെടുക്കും, ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം അവഗണിച്ച് ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവര് പാർട്ടി വിട്ടു പോകാതെയൊക്കെ ഇരിക്കാൻ വലിയ ചർച്ചകൾ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അങ്ങനെ എല്ലാ തരത്തിലും വലിയ ഒരു ചർച്ചയാകുന്നുണ്ട്. ഒരു വലിയ കാഴ്ച ഒരുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകളും നടക്കുന്നുണ്ട്. SKN ഏതായാലും ഇവിടെ നോക്കാം, അതിന്റെ ഭാഗമായ ഉത്സവങ്ങളൊക്കെ നടക്കുന്ന ഓരോരോ മൈതാനം ഒക്കെയാണ് SKN കാണുന്നത്. അങ്ങനെ ഏതായാലും ഉത്സവാന്തരീക്ഷമാണ് SKN. നമുക്ക് അതിന്റെ മറ്റു വിവരങ്ങളൊക്കെ നാളെ മുതൽ മോർണിംഗ് ഷോ മുതൽ തന്നെ കൂടുതൽ കാഴ്ചകളും വിവരങ്ങളും ഇതിന്റെ മറ്റ് ചർച്ചകളും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം SKN. ഓക്കെ, താങ്ക് യു. എസ് വിജയകുമാറും VS രാഹുൽ ക്യാമറമാനുമാണ് ഇപ്പോൾ അയോധ്യയിൽ നിന്ന് തത്സമയം ചേർന്നത്. മറ്റു സ്റ്റോറിയിലേക്ക്. വിവാദങ്ങൾക്കിടെ KSRTCയിലെ ഇലക്ട്രിക് ബസ്സുകളുടെ വിശദാംശങ്ങൾ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ തേടിയിരിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു, റൂട്ടുകളുടെ വിവരങ്ങളും ദൈനംദിന വരവുചെലവ് കണക്കുകളും CMDയോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി നമുക്കിപ്പം AV ജയശങ്കർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? പറയൂ. SKN KSRTCയുടെ ഇലക്ട്രിക് ബസ്സുകൾ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ വിവാദമുയർന്നതിന് പിന്നാലെയാണ് ഈ ബസ്സുകളുടെ വിശദാംശങ്ങളും ഒപ്പം ഇതിൻ്റെ വരവ് ചെലവ് കണക്കുകളും മന്ത്രി KB ഗണേഷ് കുമാർ തേടിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ CMDക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓരോ ബസ്സുകളുടെ റൂട്ടും ഒപ്പം കൃത്യമായി ലഭിക്കുന്ന വരുമാനവും നൽകണമെന്നാണ് ആവശ്യം. ഈ വിവരങ്ങൾ ലഭിച്ചതിന് ശേഷം മന്ത്രി മുഖ്യമന്ത്രിയെ കാണുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ അഭിപ്രായം കൂടി ലഭിച്ചതിന് ശേഷമായിരിക്കും ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യത്തിൽ വകുപ്പ് ഒരു തീരുമാനമെടുക്കുക. മന്ത്രി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഇനി വകുപ്പ് ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങില്ല, ഇലക്ട്രിക് ബസ്സുകൾ ലാഭത്തിലല്ല, 10 രൂപ ബസ്സിന്റെ ഉൾപ്പെടെ ചാർജ് വർദ്ധിപ്പിക്കണമെന്നാണ്. ഇതിനെതിരെ വലിയ തോതിലുള്ള വിവാദമുയർന്നിരുന്നു. ഇന്ന് പ്രശാന്ത് MLA, CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെതിരെ പരസ്യ വിമർശനവുമായി എത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മന്ത്രിയുടെ നടപടി. എന്തായാലും എല്ലാ വശങ്ങളും പരിശോധിച്ചതിന് ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്താനാണ് നിലവിൽ KB ഗണേഷ് കുമാർ ആലോചിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ബസ്സിന്റെ വിശദാംശങ്ങൾ, വരവ് ചെലവ് കണക്കുകൾ എല്ലാം ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം നഷ്ടമാണ് എന്ന് സ്ഥാപിച്ച ഇല്ലെങ്കിൽ ലാഭമാണെന്ന് പരിശോധിച്ചതിന് ശേഷം ഒരു നടപടിയിലേക്ക് കടക്കാൻ, വിമർശനങ്ങൾ ഒഴിവാക്കുമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും അധികം വൈകാതെ KSRTCയുടെ CMD ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മന്ത്രിക്ക് കൈമാറും. ഇതിനുശേഷം എത്രയും വേഗം തന്നെ മന്ത്രി മുഖ്യമന്ത്രിയെ കാണും. അതിനുശേഷമായിരിക്കും ഇലക്ട്രിക് ബസ്സുകൾ പിൻവലിക്കുന്ന കാര്യത്തിൽ ഇത് തുടരണോ വേണ്ടയോ എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഉപദേശം കൂടി തേടിയതിനു ശേഷം ഗതാഗത വകുപ്പ് മന്ത്രി ഒരു അന്തിമ തീരുമാനമെടുക്കുക. SKN. ഓക്കെ, താങ്ക് യു. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. തറക്കല്ലിട്ട് 15 കൊല്ലം കഴിഞ്ഞിട്ടും യാഥാർത്ഥ്യമാകാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡ്. ഒന്നിരിക്കാൻ പോലും സ്ഥലമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് മെഡിക്കൽ കോളേജിലെത്തുന്ന മറ്റ് യാത്രക്കാരും. വേനൽ കടുത്തതോടെ വലിയ പ്രതിസന്ധിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ സ്ഥലത്ത് 2009 അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായ പാലോളി മുഹമ്മദ് കുട്ടി ബസ് സ്റ്റാൻഡിനായുള്ള തറക്കല്ലിട്ടത്.
ഇപ്പോൾ ഈ പ്രദേശം കാടുമൂടി നശിക്കുന്നതല്ലാതെ ബസ് സ്റ്റാൻഡിനായുള്ള ഒരു പ്രവൃത്തിയും ആരംഭിച്ചിട്ടില്ല. ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നതാവട്ടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും യാത്രക്കാരുമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുൻവശം മാവൂരിലേക്കും മുക്കത്തേക്കും കോഴിക്കോട് ഭാഗത്തേക്കുമുള്ള റോഡുകൾ ഒരുമിക്കുന്ന ഇടം. ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ നിരന്തരം കടന്നുപോകുന്ന ഏറ്റവും തിരക്കേറിയ റോഡ്. ഇവിടെയാണ് ആശുപത്രിയിലെത്തുന്നവർക്കും മറ്റ് യാത്രക്കാർക്കും സ്കൂൾ കുട്ടികൾക്കും ബസ്സു കാത്തു നിൽക്കാൻ സ്ഥലമില്ലാത്തത്. കത്തുന്ന വെയിൽ സഹിച്ച് ഇങ്ങനെ ബസ്സു കാത്തു നിൽക്കാതെ വേറെ വഴിയില്ല. രോഗികളാണ് പലർക്കും നേരെ നിൽക്കാൻ പോലും ആരോഗ്യം അനുവദിക്കാത്തവർ. വെയിലിൽ നിന്ന് രക്ഷ നേടാൻ ഫ്ലെക്സ് ബോർഡുകൾക്ക് പിന്നിൽ അഭയം തേടുന്നവരെയും കണ്ടു. ജനങ്ങൾക്ക് 100% ഒരു വെയിറ്റിംഗ് ഷെഡ് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അത് അത്യാവശ്യം ജനങ്ങൾക്ക് വരുന്നത്, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിൻ്റെ പരിസരമാണല്ലോ ഇവിടെ. അപ്പോൾ ഇവിടെ വരുന്നത് മുഴുവൻ ആരോഗ്യവാന്മാരല്ല, രോഗികളാണ്. രോഗികൾക്കൊന്ന് ഇരിക്കുക, അപ്പം ബസ് വരുമ്പോൾ എഴുന്നേറ്റിട്ട് ബസ് കയറാം. ഇതിനു വേണ്ടിയുള്ളൊരു വെയിറ്റിംഗ് ഷെഡ് ഇവിടെ അത്യാവശ്യമാണ്. ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാത്തതിനാൽ ബസ്സുകൾ യഥേഷ്ടം നിർത്തി യാത്രക്കാരെ കയറ്റി ഇറക്കി പോകുന്നു. പലപ്പോഴും ഇത് റോഡിന് മധ്യഭാഗത്തോളം എത്തുന്നു. ഗതാഗതക്കുരുക്കിനും ഇത് കാരണമാകുന്നു. ബസ് സ്റ്റാൻഡ് നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് 15 വർഷത്തിലധികം പഴക്കമുണ്ട്. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് പിന്നിലാണ് ബസ് സ്റ്റാൻഡിനായുള്ള സ്ഥലം. മലയാളീസ് ആയിട്ടുള്ള ഗൾഫ് മേഖലയിലെ കുറേ ആളുകളുണ്ട്. അവർക്ക് NREs എന്നതിൻ്റെ പേര്, NREs അവരാണ്. അവർ പ്രൈവറ്റ് പാർട്ടി അതിൽ ചെയ്യുന്നു. അത് ചെയ്യുന്നപ്പോൾ അവരെ ഒരു ഗിഫ്റ്റായിട്ട് കോർപ്പറേഷന് ബസ് സ്റ്റാൻഡിനായി കൊടുക്കുന്നു. അവർ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ബസ് സ്റ്റാൻഡ് വരുമ്പോൾ അതിൻ്റെ ബിസിനസ്സൊക്കെ ഇതിലേക്ക് വരും. കോർപ്പറേഷൻ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കും. കോർപ്പറേഷൻ എന്നുള്ളത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ളതിൽ ആ സൗകര്യങ്ങൾ മാത്രം ചെയ്യും, ഓഫീസിലായിട്ടുള്ള കാര്യങ്ങളും. അപ്പോൾ കോർപ്പറേഷൻ ബസ് സ്റ്റാൻഡ് അവരുണ്ടാക്കി തരണം. ആശുപത്രിക്ക് മുന്നിൽ ഇങ്ങനെ ബസ്സുകൾ നിർത്തുന്നത് ഒഴിവായാൽ രോഗികളുമായി എത്തുന്ന ആംബുലൻസുകൾക്ക് ഏറെ ഗുണകരമാകും. ഈ വെയിൽ കൊണ്ട് നിൽക്കുന്നവരിൽ ഭൂരിഭാഗം പേരും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയ രോഗികളോ കൂട്ടിരിപ്പുകാരോ ആണ്. ആ പരിഗണന നൽകിയെങ്കിലും ബസ് സ്റ്റാൻഡ് വേഗത്തിൽ സാധ്യമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. 2009 ബസ് സ്റ്റാൻഡിനായി തറക്കല്ലിട്ടതിന് ശേഷം ഒരു കല്ല് പോലും ഇവിടെ കൂടുതൽ വെച്ചിട്ടില്ലെന്നാണ് ഇപ്പോൾ ഉയരുന്ന വിമർശനം. മഴയും വെയിലും ഏൽക്കാതിരിക്കാൻ ഫുട്പാത്തിലാണ് യാത്രക്കാർ പലപ്പോഴും ബസ് കാത്തു നിൽക്കുന്നത്. ഇത് മെഡിക്കൽ കോളേജ് സ്റ്റോറുകളിലേക്കൊക്കെ എത്തുന്ന രോഗികൾക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പ്രതികരിച്ചപ്പോഴും ഈ കാര്യം എടുത്തു പറഞ്ഞു. എൻ്റെ ബുദ്ധിമുട്ട് നിൽക്കാൻ പറ്റില്ല, അങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഇങ്ങനെ നിൽക്കുമ്പോൾ വെറുപ്പല്ലേ, വയസ്സന്മാരൊക്കെ അല്ലേ, എവിടെയും കൊഞ്ച് വീണ് പോയാലോ, അതുകൊണ്ട് നല്ല വിഷമമുണ്ട്. ബസ് സ്റ്റോപ്പ് ഇല്ലാത്തതും ഇരിക്കാനൊരു വെയിറ്റിംഗ് ഷെഡ് ഇല്ലാത്തതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വെയിലുണ്ട് ഇങ്ങനെ നിൽക്കണ്ടേ. പിന്നെ ഞങ്ങൾ സുഖമില്ലാത്ത കുട്ടികളായിട്ട് ബസ് കയറാൻ വരുന്നതാണ്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. വെയിലൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. കുറച്ച് നേരം അവിടെ ചാരി നിന്ന് നോക്കി, അപ്പോഴും ബസ് വരുന്നില്ല. പിന്നെ അവിടെ താഴെ ഇരിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ മോളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കുറവാണ്. കുറേ ആൾക്കാരാണ് ഇങ്ങനെ അവിടെ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നതാണ് ബസ്സിന് വേണ്ടിയിട്ട്. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. എറണാകുളം മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പലിന് സ്ഥലം മാറ്റം. ഡോക്ടർ VS ജോയിയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. വിവരങ്ങളുമായി S ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ടെലിഫോണിൽ ചേരുന്നു. ശ്യാം, ഈ അക്രമ സംഭവങ്ങൾ നടക്കുന്നു എന്ന കാര്യം മാത്രമാണോ ഡോക്ടർ VS ജോയിയുടെ സ്ഥലം മാറ്റത്തിന് കാരണമായത്? സ്ഥലമാറ്റത്തിൽ കാരണം പറഞ്ഞിരിക്കുന്നത് അത് വർക്ക് അറേഞ്ച്മെന്റിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർച്ചയായി മഹാരാജാസ് കോളേജിൽ നടക്കുന്ന സംഘർഷങ്ങൾ നിയന്ത്രിക്കുന്നതിൽ പ്രിൻസിപ്പാൾ പരാജയപ്പെട്ടുവെന്ന് കോളേജ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രിൻസിപ്പാളിന് സ്ഥലമാറ്റ ഉത്തരവ്. പട്ടാമ്പി സംസ്കൃത കോളേജിലേക്കാണ് സ്ഥലമാറ്റം നൽകിയിരിക്കുന്നത്. തുടർച്ചയായിട്ട് വിദ്യാർത്ഥി സംഘർഷം ഉണ്ടാകുമ്പോഴും അത് നിയന്ത്രിക്കുന്നതിനും ഫലപ്രദമായ ഇടപെടലുകൾ നടത്തുന്നതും പ്രിൻസിപ്പൽ പരാജയപ്പെട്ടു എന്നുള്ളതായിരുന്നു കണ്ടെത്തൽ. താൽക്കാലിക ചുമതലയുള്ള പ്രിൻസിപ്പളായിട്ടാണ് ഡോക്ടർ VS ജോയി മഹാരാജാസ് കോളേജിൽ പ്രവർത്തിച്ചിരുന്നത്. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ സ്ഥലമാറ്റ ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. S ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇനി സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങളെക്കുറിച്ചുള്ള പരിപാടി വ്യാജൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് നടൻ മമ്മൂട്ടിയെ മാത്രം സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കി എന്ന രീതിയിൽ വാർത്ത പ്രചരിക്കുന്നു. മോഹൻലാലിനെ ഒഴിവാക്കിയെന്നും ഈ വാർത്തകൾ അതേസമയം പ്രചരിക്കുന്നുണ്ട്. വർഗീയ പരാമർശങ്ങളോടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം സ്ക്രീൻഷോട്ടുകൾ ഇപ്പോൾ പ്രചരിപ്പിച്ചു വരുന്നത്. ഈ വാർത്തയുടെ സത്യാവസ്ഥ നമ്മൾ അന്വേഷിക്കുന്നു.
താരങ്ങൾ ക്ഷേത്ര പരിസരത്ത് സജ്ജീകരിച്ച സുരക്ഷാ കവാടം കടക്കുന്നതും മെറ്റൽ ഡിറ്റക്ടർ പരിശോധനയ്ക്ക് വിധേയരാകുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. സുരക്ഷാ വാതിൽ കടന്നെത്തിയ മമ്മൂട്ടിയെ ഉദ്യോഗസ്ഥൻ പരിശോധിക്കുന്നതും മോഹൻലാൽ ലഫ്റ്റനന്റ് കേണൽ പദവിയിലുള്ള വ്യക്തിയാണെന്നും അതല്ല മതവ്യത്യാസങ്ങളുടെ പേരിലാണ് ഇരുവർക്കും വ്യത്യസ്ത പരിശോധനയെന്നുമാണ് പ്രചാരണം. 24ന്റെ ഫാക്ട് ചെക്ക് ടീം നടത്തിയ അന്വേഷണത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുത്ത താരങ്ങളെയും VIP-കളെയും സുരക്ഷാ കവാടത്തിലൂടെയും അല്ലാതെയുമുള്ള പരിശോധനകൾ പൂർത്തീകരിച്ച് തന്നെയാണ് അകത്തേക്ക് പ്രവേശിപ്പിച്ചതെന്ന് ബോധ്യമായി. പ്രധാനമന്ത്രി എത്തുന്ന ചടങ്ങിൽ മമ്മൂട്ടിയെ മാത്രം പരിശോധനയ്ക്ക് വിധേയനാക്കി എന്ന അവകാശവാദവുമായി പ്രചരിക്കുന്ന പോസ്റ്റ് അടിസ്ഥാനരഹിതമാണ്. ഫാക്ട് ചെക്ക് ഡെസ്ക് 24. ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് ചില കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടാകും. പക്ഷേ എന്തിനും ഏതിനും കല്യാണ സ്ഥലത്തും വേണോ ഇത്തരം ചിന്തകൾ എന്നുകൂടി ഈ പറയുന്ന ബുദ്ധികൾ ആലോചിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.